ഇപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ഒരു വീഡിയോ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഒരു വീഡിയോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലോട്ട് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണ് നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകിൽ പിന്ന് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യുക. ഗാലറി സെലക്ട് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുതിയ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ മതി, വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗാലറിയിൽ നിന്നുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടി ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു ടെക്സ്റ്റ് ബോക്സിലായിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, ബോക്സ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്താൽ ബോക്സ് ഇല്ലാത്ത ഡിസൈനും ഉള്ള ഡിസൈനും ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഈ ഒരു സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കളർ ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളറിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാനൊരു കളർ സെലക്ട് ചെയ്യാണ്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടെക്സ്റ്റ് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഭാഗത്തോട്ട് നീക്കി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യേണ്ടത്. എന്തായാലും അത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.